ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഉണ്ണിയപ്പം ചുടുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്തിട്ടാക്കുന്നതാണ്. ഇന്നാൾ മുട്ടയെല്ലാം ചേർത്തിട്ടല്ലേ ആക്കിയത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് മുട്ട ചേർക്കാണ്ടുള്ള ഒന്നാക്കിയിട്ട് കാണിക്കുമോയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്കുന്നതാണ്. പഞ്ചസാര ഏലക്കായും കൂടി കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പാലാണ് ചേർക്കുന്നത്. ഇതാ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദ, ബാക്കി അരിപ്പൊടി, നമ്മളെ നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, ഒറോട്ടിയെല്ലാം ചുടുന്ന അതാണ്. അപ്പം ഞാൻ എടുക്കാം. പിന്നെ കുറച്ച് എള്ളുമാണ് വേണ്ടത്. ഇത്രയും സാധനം. ഇതിൽ പഴം ചേർക്കുന്നില്ല, വെല്ലം ചേർക്കുന്നില്ല, തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല, ഇങ്ങനത്തതൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഗൈസ്. ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. മുട്ടയൊന്നും പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിത് അതിലേക്ക് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അപ്പത്തിന് ആവശ്യമുള്ള എള്ള്. കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അധികമൊന്നും ഇട്ടിട്ടില്ല എള്ള്. അപ്പോൾ ഇനി കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മൈദയെ ഇടുന്നുണ്ട്, ബാക്കി അരിപ്പൊടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ എത്രയാണ് ഇടുന്നു എന്നുള്ളത്. കാണുന്നില്ലേ? മൈദ ഇട്ട് ഇനി അരിപ്പൊടി ഇടട്ടെ. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും എടുത്താൽ മതി. ഞാനിങ്ങനെ അളന്നിട്ടൊന്നും ഇടുന്നില്ല. എല്ലാം ഒരു കൈക്കണക്ക് പോലെ ഒന്ന് നമ്മൾ അളന്നിട്ടെടുക്കുന്നത് മാത്രം. ഒരുപാടൊന്നും ആക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം പോരെങ്കിൽ നമുക്കിടാം. ബാക്കി പഞ്ചസാര പൊടിച്ച് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പാല് ചേർത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഒരു നുള്ളു ഉപ്പിടട്ടെ, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാത്തിനും ഉപ്പിടുമല്ലോ. ബെല്ലായി കഴിഞ്ഞാലും എല്ലാം അതേപോലെ ഒന്ന് ഇടുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ കുറേശ്ശെ പാല് വെച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. പാല് പോരെങ്കിൽ ഇനി ഒഴിക്കണം, കൂട്ട് ക്ലിയർ ആവാൻ. ഇല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. ബാക്കി ഇത്രയും പാല് പറഞ്ഞിട്ടുണ്ട്. പോരെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ഇതിൽ കുറച്ചിനി നമുക്ക് വെള്ളം ചേർക്കാം, എന്നിട്ട് ക്ലിയർ ആക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കലക്കിയെടുക്കണം. കൈ കൊണ്ട് തന്നെയാണ് ഗൈസ് ഞാൻ കലക്കുന്നത്, വേറെ ഒന്നും എടുത്തിട്ടൊന്നുമല്ല. കൈ കൊണ്ടാകുമ്പോൾ നല്ല ഉരുണ്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടെല്ലാം നല്ല ക്ലിയർ ആക്കാമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ആക്കുന്നത്. നല്ല കണ്ടീഷനായിട്ട് കലക്കി വെക്കുക. റെസ്റ്റ് ചെയ്യുന്നെങ്കിൽ റെസ്റ്റ് ചെയ്യുക, ലാപ്പാട് തന്നെയാണ് ആക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്തായാലും വിരോധമില്ല. ഇപ്പോൾ ഗൈസ് ഞാൻ കൂട്ടല്ല ഇതാ തരിയൊന്നും ഇല്ലാണ്ടെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചൂടാൻ നോക്കാം. നല്ല കണ്ടീഷനായിട്ടെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചേർത്തിട്ടില്ലേ, പഴമില്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. ഞാനീ പറഞ്ഞ സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഗൈസ് ഞാനിതാ എൻ്റെ കുഞ്ഞിക്കാരി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഏകദേശം കാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ അരിക്കൂട്ടുകൾ. കഴുകിയിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് വെള്ളമുള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്.
ഒഴിക്കുന്നുണ്ട്. കാലം വന്നാൽ കാണിക്കും. മറിച്ചിട്ട് കൊടുക്കാലോ നമുക്ക്. ഗ്യാസ് മറിച്ചിട്ട് കൊടുക്കാം നമ്മളെ അപ്പത്തിന്. നമുക്ക് വരൂ വരൂ അപ്പമേ, മറിഞ്ഞ് വീണോളൂ അപ്പമേ. എന്താ വരാൻ? അതന്നെ. തീയൊക്കെ കുറച്ചിട്ട് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഗ്യാസ്. അപ്പം ഇതാ തീ കുറച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തിട്ടിടാം. അപ്പോൾ അതവിടെ വെച്ചു. അടുത്തതൊഴിക്കട്ടെ ഞാൻ. പിന്നെ നെയ്യിൻ്റെ രുചി വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഇറ്റിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ഇറ്റിച്ചു കൊടുത്തിട്ടില്ല. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത്. നെയ്യൊന്നും ഇനി വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ സാധാരണ വെളിച്ചെണ്ണയിൽ ചുട്ടിട്ടുള്ള ഇത് മതിയെന്ന്. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഗണപതിക്ക് വേണ്ടി എടുത്ത് വെക്കാം. ഒന്ന് നമ്മൾ അങ്ങനെ ഗണപതിക്ക് വെക്കുമല്ലോ. അപ്പം ചുട്ടിട്ടാകുമ്പോൾ ആദ്യം തന്നെ ഇനിയൊന്ന് ഗണപതിക്ക് വെക്കും നമ്മൾ എല്ലാം ചുടുമ്പോൾ. അപ്പം അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഗണപതിക്ക് വെച്ചു ഞാൻ. കാലം ഇവരും കൂടി ഉണ്ടെങ്കിൽ വേഗം നമുക്ക് മറിച്ച് ഇങ്ങോട്ട് ഇടാൻ പറ്റും. അതന്നെ പരിപാടി. അപ്പോൾ വേഗം നമുക്ക് എല്ലാ ഭാഗവും വേഗത്തിലാവും. ഒരു ഭാഗം കൊണ്ട് തോണ്ടി മറ്റൊരു ഭാഗം കൊണ്ട് അവരെ പിടിച്ച് കഴിഞ്ഞാൽ അതന്നെ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം പരിപാടി. ഇല്ലെങ്കിൽ നേരം വൈകും. പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ അപ്പം ചുരുൾപ്പെടുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാം ചുട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ? അതല്ലേ നല്ലേ? അപ്പം ഇങ്ങനെ എല്ലാം ചുട്ട് വെച്ചിട്ട് നമുക്ക് കാണാം. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയിട്ട് എടുക്കാൻ പറ്റും. ഇതിനെക്കൊണ്ട് തന്നെ കുത്തിയിട്ട് എടുക്കാനല്ലേ. ഇതിനെക്കൊണ്ട് തന്നെ ഞാൻ കുത്തിയെടുക്കുന്ന കേസിൽ വേറെ മറ്റേ കുത്തിയൊന്നും എടുക്കുന്നില്ല. ഇതിനെ കൊണ്ട് തന്നെ മര്യാദയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് അപ്പം എടുത്ത് വയ്ക്കട്ടെ. ഇനി എല്ലാം ചുട്ട് വെച്ചിട്ട് കാണിക്കാം.
അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ ഉണ്ണിയപ്പെല്ലാം ഏകദേശം ഞാൻ ചുട്ട് തീർത്ത്. ഇനി തീ ഓഫാക്കട്ടെ. അപ്പം എല്ലാം കഴിഞ്ഞു, അടിപൊളിയായിട്ട് പരിപാടികൾ കഴിച്ചു. 2, 3. അപ്പോൾ എല്ലാം ഞാൻ ഓഫാക്കി. ഭയങ്കര ചൂടുണ്ട് ഗൈസ്, അതുകൊണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഇല്ലെങ്കിൽ പണി കിട്ടൂലേ. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. അതുകൊണ്ട് ഞാൻ നോക്കി എടുക്കാനാന്നതാ. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയത്. ആ കൂട്ടിനെ കൊണ്ട് ഇത്രയും അപ്പാണ് എനിക്ക് കിട്ടിയത് ഗൈസ്. നല്ല രുചിയുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ വേണ്ടിക്ക് ഞാനിത് മുറിച്ചിട്ട് ഇതാ കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളി അപ്പാന്ന് കേട്ടോ, ഒരു കുഴപ്പമില്ല. പഞ്ചസാര ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പം ഇതാ ഇവിടെ റെഡി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. ബൈ.